2018 പ്രളയത്തിൽ ഒലിച്ചു വന്ന കുറുനരികളാണ് ഇന്ന് കരുമാലൂർ പഞ്ചായത്തിലെ നാട്ടുകാർക്കും വളർത്തുമൃഗങ്ങൾക്കും ഭീഷണിയാകുന്നത്. പ്രദേശത്തെ കന്നുകാലികളെ ഉൾപ്പെടെ ഇവ ആക്രമിക്കുന്ന നിലയിലേക്ക് എത്തി. വളർത്തുപൂച്ചകൾ തലനാരിഴയ്ക്കാണ് പാതിജീവനോടെ രക്ഷപ്പെട്ടത്. ഇതോടെ ആശങ്കയിലാണ് നാട്ടുകാർ. സന്ധ്യയാകുമ്പോൾ തുടങ്ങി ഇതുങ്ങളുടെ ഭയങ്കരമായ കൂവലും ബഹളങ്ങളും, പിന്നെ വീടുകളിൽ നിന്ന് കോഴികളെ പിടിച്ചുകൊണ്ട് പോവുക, വളർത്തു പൂച്ചകളെ കടിച്ചതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ശല്യമാണ് ഇതുകൊണ്ട് അനുഭവിക്കുന്നത്. നമുക്ക് പകല് പോലും ഈ സാധനം പറമ്പിലൂടെയൊക്കെ നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പകൽ സമയം പൊന്തക്കാട്ടിൽ കഴിയുന്ന കുറുനരികൾ സന്ധ്യ മയങ്ങിയാൽ പുറത്തേക്കിറങ്ങും. പിന്നെ ഒച്ചയും ഓളിയിടലുമാണ്. പേടി കാരണം ആളുകൾ സന്ധ്യ കഴിഞ്ഞാൽ പുറത്തിറങ്ങാറില്ല. പഞ്ചായത്ത് മെമ്പറായ ലൈജുവിന്റെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് വിഭാഗത്തെ കാര്യങ്ങൾ ധരിപ്പിച്ചു. ഇതോടെ കുറുനരിയെ പിടിക്കാൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് കൂടും സ്ഥാപിച്ചു. ഇതിന് പേയുടെ ശല്യം അധികമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വ്യാപകമായിട്ട് നമ്മുടെ പ്രദേശങ്ങളിൽ മൃഗങ്ങളിൽ പേ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇതുകൊണ്ട് തന്നെ ഞാൻ പരാതി കൊടുത്തിരുന്നു. പഞ്ചായത്തിലും ഫോറസ്റ്റിലും പരാതി കൊടുത്തിരുന്നു. അവർ നല്ല പോസിറ്റീവായ സമീപനം വരുന്നു. അപ്പോൾ തന്നെ കൂട് സ്ഥാപിക്കുകയുണ്ടായിരുന്നു. കുറുനരികളിൽ ഒന്നിനെ പോലും പിടിക്കാനായില്ല. സ്ഥാപിച്ച കൂടാണെങ്കിൽ കാണാനുമില്ല. കൂട് നഷ്ടപ്പെട്ട സംഭവത്തിൽ പോലീസിൽ പരാതി നൽകാനൊരുങ്ങുകയാണ് നാട്ടുകാർ. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.